ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് ശേഷം പ്രതിരോധ കരാറുകളിൽ വൻ കുതിപ്പെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ്. ഇതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് കടം എടുക്കേണ്ടി വരില്ല എന്നും ഖവാജ ആസിഫ് അവകാശപ്പെട്ടു. IMFന്റെ നിയന്ത്രണങ്ങൾ കാരണം പാകിസ്ഥാൻ എയർലൈൻസ് വിൽക്കാൻ നിർബന്ധിതർ ആയിരുന്ന പാകിസ്ഥാന് പ്രതിരോധ ഓർഡറുകളിൽ വർധനവുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ അവകാശവാദം. എന്നാലും പാകിസ്ഥാന്റെ സാമ്പത്തിക സാഹചര്യങ്ങളും ജെറ്റ് നിർമ്മാണത്തിൽ അവരുടെ പങ്കും കണക്കിലെടുക്കുമ്പോൾ ആസിഫിന്റെ അവകാശവാദങ്ങൾ ദിവാസ്വപ്നമായേ കാണാനാകൂ. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള 4 ദിവസത്തെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള പ്രതിരോധ ഓർഡറുകൾ വളരെയധികം വർദ്ധിച്ചു എന്നും അതിനാൽ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പകൾ പാകിസ്ഥാൻ ഉടൻ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും ഖവാജ ആസിഫ് പറഞ്ഞിരുന്നു. 2025 മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ചെറുക്കാനുള്ള പാകിസ്ഥാന്റെ കഴിവെന്നത് അവരുടെ സൈനിക ഹാർഡ്വെയറിലുള്ള ആഗോള ആവശ്യം വർദ്ധിപ്പിക്കുക മാത്രമായിരുന്നു. പാകിസ്ഥാൻ വിമാനങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞു എന്നും അതിനാൽ തന്നെ അവർക്ക് വളരെയധികം ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് എന്നും 6 മാസത്തിനുള്ളിൽ പാകിസ്ഥാന് IMF സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കുമെന്നും ഖവാജ ആസിഫ് അവകാശപ്പെട്ടു. പാകിസ്ഥാന്റെ സൈനിക ശേഷി ലോകം ശ്രദ്ധിച്ചു കഴിഞ്ഞെന്നും അതിനോടൊപ്പം സൂചിപ്പിച്ചിരുന്നു. 2026-27 ബജറ്റിനായി പ്രധാന മാക്രോ ഇക്കോണമിക് ഫിനാൻഷ്യൽ പാരാമീറ്ററുകൾ ഇളവുകൾ അനുവദിക്കുന്നതിന് IMFന് ബോധ്യപ്പെടുത്തുന്നതിന് ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വിവിധ ഓപ്ഷനുകൾ പരിഗണിക്കുന്നുണ്ടെന്നും നിരവധി വാർത്തകൾ വന്നിരുന്നു. അതിനിടയിലാണ് ഖവാജ ആസിഫിന്റെ ഈ പ്രസ്താവന. IMFന്റെ കർശനമായ വായ്പാ വ്യവസ്ഥകളിൽ പാകിസ്ഥാൻ ചില ഇളവുകൾ ആവശ്യപ്പെട്ടേക്കാമെന്നും ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. JF-17 അണ്ടർ എയർഫ്രെയിമിന്റെ ഏകദേശം 35% വിഹിതമാണ് പാകിസ്ഥാനിൽ നിലവിലുള്ളത്. IMFൽ നിന്ന് പാകിസ്ഥാനെ രക്ഷിക്കാൻ ആവശ്യമായ പണം ഇതിൽ നിന്ന് ലഭിക്കില്ല എന്നുമാണ് ആസിഫിന്റെ പ്രസ്താവനയോട് പാകിസ്ഥാൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമായ ആയിഷ സിദ്ദിഖ വരെ പ്രതികരിച്ചത്. JF-17, J-10 പോലുള്ള പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ അസർബൈജാൻ, ലിബിയ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നവരെ കണ്ടെത്തിയിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് രണ്ടാമത്തേതിനെ കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്നും ശരിയാണ്. എന്നാൽ JF-17ന്റെ എയർഫ്രെയിമിന്റെ ഏകദേശം 58% യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നതാണ്. ഇതിന്റെ വരുമാനം പ്ലാറ്റ്ഫോമിന്റെ പ്രധാന ഡിസൈനറും നിർമ്മാതാവുമായ ചൈനയുമായാണ് പങ്കിടുന്നത്. പാകിസ്ഥാൻ പരിമിതമായ ഒരു കൂട്ടം ഘടകങ്ങൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ എന്നും കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം പോലും 2 പങ്കാളികൾക്കുമിടയിൽ വിഭജിക്കപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ഒഴികെ റഷ്യ, ചൈന, ഇറ്റലി, തുർക്കി, UK തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ JF-17 അണ്ടർ യുദ്ധവിമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. RD-33 പരമ്പരയുടെ ഒരു വകഭേദമായ റഷ്യൻ നിർമ്മിത ക്ലീമോഡ് RD-93 ടർബോഫോൺ എഞ്ചിനാണ് പാകിസ്ഥാന്റെ JF-7 അണ്ടർ ജെറ്റുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ JF-17 പദ്ധതിയിൽ പാകിസ്ഥാന്റെ പങ്ക് പരിമിതമാണ്. വരുമാനം ചൈനയുമായാണ് പങ്കിടുന്നത്. ഒരു വിമാനത്തിൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കാൻ സാധ്യതയുള്ള മൊത്തം തുക സ്റ്റിക്കർ വിലയുടെ ഒരു ഭാഗം മാത്രമാണ്. ചൈനയുടെ ഈ പങ്ക് പാകിസ്ഥാന്റെ കടബാധ്യതയുടെ തോത് കണക്കിലെടുക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസം ഉള്ള ജെറ്റ് വിൽപ്പന പോലും വളരെ കുറവാണ്. ഇത് യുദ്ധവിമാന കയറ്റുമതിക്ക് പാകിസ്ഥാന്റെ കടബാധ്യതകൾ അർത്ഥവത്തായും ഫലപ്രദമായും നികത്താൻ കഴിയുമെന്ന അവകാശവാദവും അസംഭവ്യമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഒരു JF-17 $15 മില്യൺ, J-10 $40 മില്യൺ വിറ്റാലും അതിൽ എത്ര തുക പാകിസ്ഥാനിലേക്ക് എത്തുമെന്നതും കൂടാതെ 2026 ജനുവരി ആദ്യം വരെയുള്ള ഏകദേശം $300 ബില്യൺ കടവും ബാധ്യതകളും തീർക്കാൻ അത് മതിയാകുമോ എന്നതും വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ കൃത്യവും പരിമിതവുമായ ഓപ്പറേഷൻ സിന്ദൂരിനിടെ നിരവധി ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. ബ്രഹ്മോസ് ആക്രമണങ്ങളിൽ ബൊളാരി, നൂർഗാൻ തുടങ്ങിയ പ്രധാന താവളങ്ങളിൽ നിലത്ത് നശിപ്പിക്കപ്പെട്ട വിമാനങ്ങൾ ഉൾപ്പെടെ 4 മുതൽ 9 വരെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വ്യോമജനതയ്ക്ക് നഷ്ടപ്പെട്ടതായും കണക്കുകളുണ്ട്. 11 വ്യോമതാവളങ്ങളിലായി ഏകദേശം 20% PF അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ചതായും റൺവേകളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായും ഹാങ്ങറുകൾ തകരുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. സാബ് 2000 AW ACS TPS-43 ജഡാർ സിസ്റ്റങ്ങൾ, പ്രധാന ആശയവിനിമയ ശൃംഖലകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള നിർണായക ആസ്തികൾ ഇന്ത്യൻ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഏകദേശം 50 സൈനികരെ മരണത്തോടൊപ്പം ഈ നഷ്ടങ്ങളും ഒടുവിൽ പാകിസ്ഥാനെ വെടിനിർത്തൽ തേടാൻ നിർബന്ധിതമാക്കിയ
തിരിച്ചടികളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പത്തിക മുൻകരുതൽ നടപടികളെയും ആസ്തി വിറ്റ് അഴിക്കലിന്റെയും ഭാഗമായി IMF സ്വകാര്യവൽക്കരിക്കാൻ നിർബന്ധിതൻ ആയതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഡിസംബറിൽ പാകിസ്ഥാൻ തങ്ങളുടെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻ 13,500 കോടി രൂപയ്ക്കാണ് വിറ്റത്. പാകിസ്ഥാൻ രൂപയ്ക്ക് 4,300 കോടി രൂപ. പാകിസ്ഥാൻ തങ്ങളുടെ ദേശീയ വിമാന കമ്പനികളായ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വിൽക്കേണ്ടി വന്നതിന് ആഴ്ചകൾക്ക് ശേഷം പ്രത്യേകിച്ച് ജെറ്റ് വിമാനങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിയുമെന്ന ഖ്വാജ ആസിഫിന്റെ അവകാശവാദങ്ങൾ വരെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെക്കാൾ ഒരു ദിവാസ്വപ്നം പോലെയാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ സാമ്പത്തിക വിദഗ്ധർ പോലും ഈ അവസ്ഥയെ പറയുന്നത് സമ്പദ് വ്യവസ്ഥ വെന്റിലേറ്ററിലാണെന്നാണ്. നവംബർ 7-ന് ഇൻകുലാബാദ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ വീഡിയോ അഭിമുഖത്തിൽ അവതാരകൻ ഫൈസൽ ഫഹീദ് പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗൈസർ ബഗാളിനോട് പാകിസ്ഥാൻ ഒരു ഡിഫോൾട്ടിലേക്ക് നീങ്ങുകയാണോ എന്ന് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പാകിസ്ഥാൻ ഇതിനകം തന്നെ ഡിഫോൾട്ട് ചെയ്തു എന്നായിരുന്നു മറുപടി നൽകിയത്. ഒരു രാജ്യത്തിന് കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ പഴയ വായ്പകൾ തിരിച്ചടയ്ക്കാൻ പുതിയ വായ്പകൾ എടുത്ത് മാത്രം നിലനിൽക്കേണ്ടി വരികയും അത് പിന്നീട് വീഴ്ചയായി നിർവചിക്കപ്പെടുകയും എന്ന അവസ്ഥയും ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥാ ഫലത്തിൽ കടത്തിന്റെ വെന്റിലേറ്ററിലാണെന്നാണ് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ്. ചൈനയോ സൗദി അറേബ്യയോ പോലുള്ള വായ്പാദാതാക്കൾ വായ്പാ തിരിച്ചടവുകളെ പുതിയ ധനസഹായമോ നിരസിച്ചാൽ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇത്തരമൊരു സാമ്പത്തിക സാഹചര്യത്തിൽ 6 മാസത്തിനുള്ളിൽ IMF വായ്പകൾ ഇല്ലാതെ പാകിസ്ഥാന് മുന്നോട്ടു പോകാൻ കഴിയും എന്ന ഖ്വാജ ആസിഫിന്റെ വാദം വെറും ദിവാസ്വപ്നം മാത്രമാണെന്നാണ് കരുതപ്പെടുന്നത്.